ഗൈസ്, ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെറൈറ്റിയാണ്. കാരണം ഈ കഞ്ചാവ് ഉപയോഗിച്ച് ഈ സാമാന്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന കുറച്ച് മാറ്റങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ടോപ്പിക്. അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളതല്ല, അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, ഇതെന്താണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്, അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മെയിനായിട്ടുണ്ടാക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക വിഭ്രാന്തിയാണ്. അത് ഇപ്പോൾ എന്നാ പറയുക, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരിൽ ഉണ്ടാകുന്ന എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലാത്ത കാര്യങ്ങൾ കാണുകയും ചെയ്യും, കേൾക്കുകയും ചെയ്യും, അവരിതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യും. അതിൻ്റെ ഒരു സിംറ്റമാണ്. പിന്നെ അനാവശ്യമായിട്ട് നമുക്ക് വെറുതെ ഭയം, എന്നാ പറയുക, ഒരു ടെൻഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും, എന്തെന്നില്ലാതെ ഒരു ഭയം ഉണ്ടായിക്കൊണ്ടിരിക്കും. ബി പി നല്ല രീതിക്ക് ഹൈ ആവുകയൊക്കെ ചെയ്യും. അതൊക്കെയാണ് അതിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷാദമാണ്. വിഷാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നില്ലാത്തൊരു ഡിപ്രഷനും അതുപോലെ തന്നെ എന്നാ പറയുക, ഉത്കണ്ഠയും വരും. അത് പക്ഷേ കഞ്ചാവ് ഉപയോഗം നിർത്തുന്ന ഘട്ടത്തിലാണ് കേട്ടോ. കടുത്ത വിഷാദമായിരിക്കും നിർത്തുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വരുന്ന ഒരു സീനിലാണ് ഇത് അനുഭവപ്പെടുന്നത്. പിന്നെ വരുന്ന ഇത് ഉപയോഗിക്കുമ്പോഴും ഉപയോഗിച്ച് കഴിഞ്ഞും വരുന്ന ഒരു വിഷയമാണ് ഓർമ്മക്കുറവ്. അത് ഈ തലച്ചോറിനകത്തിലുള്ള ഹിപ്പോകാമ്പസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തെ ബാധിക്കുന്നത് വഴിയാണ് ഈ ഹ്രസ്വകാലമായിട്ട്, അത് വളരെ കുറഞ്ഞ കാലയളവിലാണ് ഓർമ്മ നഷ്ടപ്പെടും. കുറച്ച് നാളേ കാണുള്ളൂ. അത് നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ക്യാഷ്ബാക്കെല്ലാം നോർമലായിട്ട് അങ്ങ് പോകും. അത് മാത്രമല്ല, ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലും എന്നാ പറയുക, ഒന്ന് കേന്ദ്രീകരിച്ച്, അതായത് ഏകാഗ്രമായിട്ട് നമ്മൾ എന്തിനേലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മളെ കൊണ്ട് നടക്കില്ല. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. സാധാരണ ഇത് ഉപയോഗിക്കുന്നതിന് പറയുന്നത് നമുക്ക് നല്ല ഫോക്കസ് കിട്ടും, നമുക്ക് നല്ല പക്കായിട്ട് ചെയ്യാൻ പറ്റും, ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും. വെറുതെയാണ്, കാരണം ഇത് നടക്കില്ല, അത് നഷ്ടപ്പെടുവാണ് നമുക്ക് ചെയ്യുന്നത് ഇതുവഴി കിട്ടുന്നത്. ഇവരെല്ലാം ഇതിനെപ്പറ്റി ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് അവർക്ക് ഈ സാധനം വിറ്റ് പോയിട്ട് അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി മാത്രമാണെന്ന് മനസ്സിലാക്കി തിരിച്ചറിവോടെ ജീവിക്കുക. പിന്നെ ഇത് ഇപ്പോൾ 25 വയസ്സിന് താഴെയുള്ളവർ, അതായത് കൗമാര കാലഘട്ടത്തിലുള്ളവർ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് എടുത്ത് ഒരു പുരസ്കാരം കൂടെ കിട്ടുന്നുണ്ട്. അത് തലച്ചോറിൻ്റെ വികാസത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം ടീനേജ് സ്റ്റാർട്ട് മുതൽ 25 വയസ്സ് താഴെ വരെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ബുദ്ധി വികാസങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇതിൻ്റെ ഉപയോഗം ഈ ചെറിയ കോശങ്ങൾ, നമുക്കെല്ലാവർക്കും കോശങ്ങളുണ്ട്, ഈ കോശങ്ങളുടെ വളർച്ചയെ സ്വാധീനിച്ച് ബുദ്ധിശക്തിയെ കുറയ്ക്കുകയാണ് ഇത് ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല ബി പി ബ്ലഡ് പ്രഷർ നല്ല രീതിക്ക് അധികമാകും. അത് അറ്റാക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് മാറ്റാൻ